ഭരണം തട്ടിയെടുക്കാനല്ല, ഭരണം തട്ടിയെടുക്കാനല്ല, ഭരണം തട്ടിയെടുക്കാനല്ല. പിറന്ന മണ്ണിൽ മരിക്കുവോളം, പിറന്ന മണ്ണിൽ മരിക്കുവോളം ജീവിക്കാനാണ് ഈ സമരം, ജീവിക്കാനാണ് ഈ സമരം, ജീവിക്കാനാണ് ഈ സമരം, ജീവിക്കാനാണ് ഈ സമരം. മറിക്കാനല്ല, ജനിച്ച മണ്ണിൽ മരിക്കുവോളം, ജനിച്ച മണ്ണിൽ മരിക്കുവോളം, ജനിച്ച മണ്ണിൽ മരിക്കുവോളം, ജനിച്ച മണ്ണിൽ മരിക്കുവോളം ജീവിക്കാനാണ് ഈ സമരം, ജീവിക്കാനാണ് ഈ സമരം. ഇൻക്വിലാബ് 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 സിന്ദാബാദ്, ഇൻക്വിലാബ് 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 സിന്ദാബാദ്. കണ്ണു തുറക്കൂ അധികാരികളെ, കണ്ണു തുറക്കൂ അധികാരികളെ, കണ്ണു തുറക്കൂ അധികാരികളെ, കണ്ണു തുറക്കൂ. ഭരണം തട്ടിയെടുക്കാനല്ല, ഭരണം തട്ടിയെടുക്കാനല്ല, ഭരണം തട്ടിയെടുക്കാനല്ല, ഭരണം തട്ടിയെടുക്കാനല്ല. ജനിച്ച മണ്ണിൽ മരിക്കുവോളം, ജനിച്ച മണ്ണിൽ മരിക്കുവോളം, ജനിച്ച മണ്ണിൽ മരിക്കുവോളം. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകരും കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ അധികായനായ നേതാവുമായ നമ്മളുടെ എല്ലാവർക്കും സുപരിചിതനായ നീലകണ്ഠൻ സാറിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ധർണ ഉദ്ഘാടന ഉദ്ഘാടനത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനം ഞാൻ കൈമാറുകയാണ്. സ്വന്തം ജീവിതത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി പോരാടുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ പ്രതാപൻ, അതുപോലെ എന്റെ ദീർഘകാല സുഹൃത്തും സമര പോരാളിയുമായ ഫ്രാൻസിസ്, മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ നിയമങ്ങളും ചട്ടങ്ങളും സർക്കാരുകളുടെ നയങ്ങളുമാണ്. ഇത് നടപ്പാക്കാനാണ് നമുക്ക് നിരവധി സംവിധാനങ്ങളും. സർക്കാരിന്റെ നിയമങ്ങൾ നടപ്പാക്കാൻ പോലീസ് മുതൽ പഞ്ചായത്ത് വരെയുള്ള സംവിധാനങ്ങൾ, സർക്കാരിന്റെ നയങ്ങൾ നടപ്പാക്കാൻ കൃഷി വകുപ്പുണ്ട്, ജലസേചന വകുപ്പുണ്ട്, മത്സ്യബന്ധന വകുപ്പുണ്ട്, ഇങ്ങനെ നിരവധി വകുപ്പുകൾ. ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നികുതി പണം വാങ്ങി ഇവിടെ പ്രവർത്തിക്കുന്നവരാ. അവരോട് ഇത് ചെയ്യാനാണ് നിങ്ങളുടെ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് പോലെ അവരവരുടെ തൊഴിൽ, അവരവരുടെ കടമകൾ നിർവഹിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇവിടുത്തെ നിങ്ങളുടെ വിഷയം തന്നെ നോക്കിയാൽ കേരള സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നയങ്ങളിൽ ഒന്ന് നെൽകൃഷി പരമാവധി വികസിപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസവും കൃഷിമന്ത്രി, എന്റെ തൊട്ടടുത്ത മണ്ഡലത്തിലെ എന്റെ സുഹൃത്തു കൂടിയായ പ്രസാദ്, എല്ലാ ദിവസവും പറയും നെൽകൃഷി കൂടിക്കൊണ്ടിരിക്കുന്നു, നെൽകൃഷി കൂട്ടിക്കൊണ്ടിരിക്കുന്നു, നെൽകൃഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല കാര്യം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷിയുടെ വികസനം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭക്ഷണം മാത്രമല്ല, തൊഴിൽ മാത്രമല്ല, ആരോഗ്യം, കുടിവെള്ളം, അങ്ങനെ നിരവധി വിഷയങ്ങളിൽ കേരളത്തിലെ നെൽകൃഷിയുടെ വികസനം വളരെ പ്രധാനമാണ്. സർക്കാരിന്റെ നയം നെൽകൃഷി വികസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. നെൽകൃഷി ലാഭകരമല്ല എന്ന് പറയുന്നത് ഇപ്പൊ സതീശൻ ഇവിടെ എത്തും. സതീശൻ എന്ന് പറയുന്ന കുട്ടനാട്ടിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന നെൽകൃഷി സംഘത്തിന്റെ അവരുടെ സമരങ്ങളിലും അവരുടെ പ്രശ്നങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷി ഏത് വിധേനയും സംരക്ഷിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. അതിന് സഹായകമായ തരത്തിൽ വർത്തമാനം പറയുമെന്നല്ലാതെ കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നില്ല എന്ന പരാതി സതീശനെ പോലെയുള്ള ആളുകൾക്ക് ധാരാളമായുണ്ട്. നെൽകൃഷി ചെയ്ത ആളുകൾക്ക് അതിനുള്ള സഹായം ചെയ്തു കൊടുക്കില്ല, അവര് നെല്ല് കൊടുത്താൽ അതിന്റെ വില കിട്ടില്ല. അതൊക്കെ വിഷയത്തിലാണ് അവർ സമരം ചെയ്യുന്നത്. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥനോ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്കോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് 31-ാം തീയതി ശമ്പളം കിട്ടിയില്ലെങ്കിൽ ആ ഓഫീസ് തുറക്കില്ല. കർഷകൻ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി, പലപ്പോഴും കടം വാങ്ങി പണം മുടക്കി കൃഷി ചെയ്ത് എല്ലാ കാലാവസ്ഥാ പ്രശ്നങ്ങളോടും തൊഴിൽ പ്രശ്നങ്ങളോടും ഒക്കെ പോരാടി നെല്ലുണ്ടാക്കി കഴിഞ്ഞാൽ ആ നെല്ല് എടുക്കാൻ ആളില്ല, കൊടുത്താൽ പണമില്ല. അതുകൊണ്ട് നെൽകൃഷി നശിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു നെല്ലും ഒരു മീനും എന്നൊരു പദ്ധതി നമ്മളിവിടെ, പ്രത്യേകിച്ച് ആലപ്പുഴ
പൊക്കാളി അതുപോലെയുള്ള പ്രദേശങ്ങളിൽ കൊണ്ടുവന്നു. കുറച്ചു കാലം മീൻ കൃഷി, ചെമ്മീൻ കൃഷി കെട്ട് നടത്താം. ബാക്കി കാലം നമുക്ക് നെൽകൃഷി ചെയ്യാം. അപ്പൊ നെൽകൃഷിയിൽ എന്തെങ്കിലും നഷ്ടമോ കുറവോ ഉണ്ടാവുകയാണെങ്കിൽ അത് നികത്താൻ ചെമ്മീൻ കെട്ട് സഹായിക്കും. അങ്ങനെയാണ് ഒരു മീനും എന്ന് നമ്മളൊരു പദ്ധതി കൊണ്ടുവരും. അതൊക്കെ സർക്കാരിന്റെ പദ്ധതികളാണ്. അത് കൊണ്ടുവരുമ്പോൾ വളരെ കൃത്യമായ ഒരു നിയമമുണ്ട്. ആ നിയമം എന്താ? നമുക്കറിയാം ഏതെല്ലാം മാസങ്ങളിൽ നെൽകൃഷി ചെയ്യണം, ഏതെല്ലാം മാസങ്ങളിൽ മത്സ്യകൃഷി ചെയ്യണം. ഏപ്രിൽ മുതൽ നവംബർ വരെ മത്സ്യകൃഷി ചെയ്യാൻ പാടില്ല. അത് നെൽകൃഷി ചെയ്യാനുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ ആ പ്രദേശത്തേക്ക് കുറച്ച് ഒരു വെള്ളം കയറ്റി അവിടെ മത്സ്യകൃഷി ചെയ്യും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ മാത്രമല്ല, നേരത്തെ പറഞ്ഞു നിരവധി പാടശേഖരങ്ങൾ, ചേരങ്കലാണെങ്കിലും അല്ലെങ്കിൽ 60 ഏക്കറാണെങ്കിൽ മാത്രമല്ല നിരവധി ഇടങ്ങളിൽ ഇപ്പോൾ ചെയ്യുന്നത് നെൽകൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും മറിച്ച് അവിടെ റൗണ്ട് ദ ക്ലോക്ക് അല്ലെങ്കിൽ റൗണ്ട് ദ ഇയർ എന്ന് പറയും, 365 ദിവസവും മത്സ്യകൃഷി ചെയ്യുക അല്ലെങ്കിൽ മീൻ വളർത്തൽ നടത്തുക എന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കാണ് ആളുകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാന പ്രശ്നം അത് തന്നെയാണ്. നെൽകൃഷിയുടെ നഷ്ടം നികത്താൻ മത്സ്യകൃഷി ചെയ്യുകയല്ല, നെൽകൃഷി ഒഴിവാക്കിക്കൊണ്ട് മത്സ്യകൃഷി ചെയ്യുക. അതിനെടുത്ത കരാറുകാരുണ്ട്, അതിന് ഇവർക്ക് പൈസയുണ്ട്. അത് തന്നെ നിയമവിരുദ്ധമാണ്. ഇപ്പൊ കുട്ടനാട് പാക്കേജിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാറുണ്ട്. ഞാൻ ഒന്നും പറയുന്നില്ല. കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ കൾച്ചർ കെട്ടി. ആ കൾച്ചറ ഈ കാലം മുഴുവൻ കൾച്ചറായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് കെട്ടിയത്. ആ കൾച്ചറ പൊളിച്ചു. യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഒരു സ്വത്ത് പൊളിച്ചാൽ അതിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണം. ഇവിടെ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പൊളിക്കുന്ന ആളുകൾക്ക് പോലീസിന്റെ സംരക്ഷണം കൊടുക്കുക. സർക്കാർ മുതൽ പൊളിക്കുന്നവർക്ക് പോലീസും അധികാരികളും സംരക്ഷണം കൊടുക്കുന്നു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സംരക്ഷണം കൊടുക്കുന്നു. അവരാ പരാതി കൊടുക്കട്ടെ. അവരുടെ സമ്പത്താണത്, സർക്കാരിന്റെ സമ്പത്താണത്. അത് അവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു വെള്ളം കയറുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സ്ലൂയിസ് പലക തകർത്ത് അകത്തേക്ക് വെള്ളം കയറ്റുന്നു. ഇതൊക്കെ നിയമവിരുദ്ധ പ്രവൃത്തിയാണെന്ന് ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്തിന് അറിയാം, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് അറിയാം, കൃഷി വകുപ്പിന് അറിയാം, പോലീസിനും അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് അവർ അനങ്ങുന്നില്ല? ഇതാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം. അനങ്ങാനിരിക്കുന്നതിന് കാരണം നമ്മുടെ നാട്ടിൽ ഏത് നിയമലംഘനത്തിനും സർക്കാരിന്റെ ഏത് നയത്തിന്റെ ലംഘനത്തിനും വലിയ തോതിൽ സഹായം നൽകുന്ന സംവിധാനങ്ങളായി നമ്മുടെ വകുപ്പുകളും ആളുകളും മാറുന്നു. അതിന് അവർക്ക് വേണ്ട രീതിയിലുള്ള പണം കിട്ടുന്നുണ്ട്. പഞ്ചായത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് പഞ്ചായത്തിന് മുമ്പിൽ വന്നത്? പഞ്ചായത്തിന് മുമ്പിൽ വരാൻ കാരണം നമ്മൾ 25-26 വർഷമായി, 28 വർഷത്തോളമായി കേരളത്തിൽ ജനകീയാസൂത്രണം നടപ്പാക്കിയത്. ജനകീയാസൂത്രണത്തിന്റെ ആദ്യകാലം മുതൽ അതിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. അന്ന് ജനകീയാസൂത്രണത്തിൽ നമ്മൾ അന്ന് പറഞ്ഞത് എന്താ? ഒരു പ്രദേശത്തെ വെള്ളം, വായു, മണ്ണ്, കൃഷി, പ്രാഥമിക വിദ്യാഭ്യാസം, മാലിന്യ സംസ്കരണം, ഇതൊക്കെ പ്രാഥമികമായി തദ്ദേശഭരണ സ്ഥാപനത്തിന്റെ ചുമതലയാണ്. ബാക്കി ഏത് വകുപ്പുണ്ടെങ്കിലും അവർക്കൊക്കെ മീതെ അന്തിമമായി ഇടപെടാൻ കഴിയുന്ന ആളുകൾ തദ്ദേശഭരണ വകുപ്പാണ്, പഞ്ചായത്താണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ഇവിടെ മിണ്ടാതിരിക്കുന്നത്? ഇത്രയും വലിയ ദ്രോഹം നടന്നിട്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൃഷി, പച്ചക്കറി കൃഷി പോകുന്നു, കുടിവെള്ളം ഇല്ലാതാകുന്നു, എന്തിനും വീട് പോലും നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്നു. ഉപ്പുവെള്ളത്തിൽ ഭൂമി താന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നുമില്ലാതെ തന്നെ പ്രകൃതിദത്തമായി ഇന്നലെ നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടാവും, നഗരത്തിലേക്ക് വന്നുകൊണ്ടാണ് എടക്കൊച്ചിയിലും കടവന്ത്രയിലും പോലും ഭൂമി വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. വേനൽക്കാല വേലിയേറ്റം. അതിന് കാരണങ്ങളുണ്ട്. അത് വലിയ വളരെ സങ്കീർണമായ വിഷയമാണ്. കടലിന്റെ നിരപ്പ് ഉയരുന്നു, ഉപ്പുവെള്ളത്തിന്റെ നിരപ്പ് ഉയരുന്നു. അങ്ങനെ നിരപ്പ് പലയിടങ്ങളിൽ ഉയരുന്നു. അങ്ങനെ ഉയർന്നു കഴിയുമ്പോൾ വേലിയേറ്റം, വേനൽക്കാലത്ത് വേലിയേറ്റം ഉണ്ടാകും. മഴക്കാലത്ത് വെള്ളം കയറി വരുന്നു വേറെ. വേനൽക്കാലത്ത് വേലിയേറ്റം ഉണ്ടായി
ചില പ്രദേശങ്ങളിൽ പറവൂരടുത്ത് പല പ്രദേശങ്ങളിൽ ഇതിന് മുമ്പ് തന്നെ ഇത് നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മനുഷ്യൻ തന്നെ ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി അത് ചെയ്യുന്നതിന് എന്താ ചെയ്യേണ്ട പരിഹാരം എന്നുള്ളതിന് വലിയ അന്വേഷണങ്ങൾ ഇന്ന് ജില്ലാ കളക്ടർ ഒരു കത്ത് കൊടുത്തു വെച്ചിരുന്നു. വൈകിട്ട് ഉച്ച കഴിഞ്ഞ് കാണണം, പ്രശ്നമുണ്ട്, എപ്പോഴാ പറ്റുക എനിക്കറിയില്ല. പരിഹരിക്കണമെങ്കിൽ വേറെ ചില പരിഹാരങ്ങളുണ്ട്. ഞാൻ എറണാകുളത്തെ കാര്യം പറഞ്ഞു. അങ്ങനെ അവിടെ ജില്ലാ കളക്ടർ ആ ഓരുവെള്ളം കയറുന്നത് തടയാൻ എന്താ ചെയ്യേണ്ടത് നോക്കുമ്പോ ഇവിടെ ഓരുവെള്ളം തുറന്നു വിട്ട് ഉപ്പുവെള്ളം വീടുകളിലേക്ക് കയറ്റി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ സർക്കാരുകളുടെ നിയമം ഇവ നടപ്പാക്കാൻ ഉത്തരവാദപ്പെട്ട ഒരാളും ചെയ്യുന്നില്ല. അഴിമതി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത്രയധികം സഹോദരിമാർ, പ്രത്യേകിച്ച് സഹോദരന്മാരുടെ കാര്യം പോട്ടെ, ഇത്രയധികം സഹോദരിമാർ അവരുടെ സ്വന്തം ജോലിയും വീട്ടുജോലിയും എല്ലാം കളഞ്ഞ് വരുമാനം ഉപേക്ഷിച്ച് ഇവിടെ വന്നതിന് പിന്നിലുള്ള കാരണം എന്താണെന്നറിയാനുള്ള ബുദ്ധിയെങ്കിലും ഇവിടെ ഇരിക്കുന്ന അധികാരികൾക്ക് വേണ്ടേ? അല്ലെങ്കിൽ അവർ വരുമോ? ഒരു സമരത്തിലും സ്വന്തം ജീവിതത്തെ ബാധിക്കുമ്പോൾ മാത്രമാണ് സഹോദരിമാർ, സ്ത്രീകൾ സമരരംഗത്തേക്ക് ശക്തമായി വരുന്നത്. ഇത് നേടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നവർക്ക് ബോധ്യം വരണം. ആ ബോധ്യത്തിലാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള കൃത്യമായി പറയാൻ കഴിയും. അങ്ങനെ നിങ്ങൾ വരുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള വെളിപാടും ഒക്കെ ഈ ഇവിടെ ഭരിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അത് ജനപ്രതിനിധികളാവാം, ഉദ്യോഗസ്ഥരാവാം, കൃഷി ഓഫീസറാവാം, പോലീസ് ഉദ്യോഗസ്ഥനാവാം, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആവാം, ഞാനീ പറഞ്ഞ സകലമാന വകുപ്പും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ തീപ്പെട്ടി വാങ്ങിച്ചാലും ഉപ്പ് വാങ്ങിച്ചാലും കൊടുക്കുന്ന നികുതിയുടെ പങ്ക് ശമ്പളമായി വാങ്ങുന്ന ആളുകളാണിവർ. നമ്മൾ ഇവരെല്ലാം സാറെന്ന് വിളിക്കേണ്ടത്, അവര് നമ്മളെ സാറെന്ന് വിളിക്കേണ്ടത്. കാരണം മുതലാളി നമ്മളും അവർ തൊഴിലാളികളുമാണ്. ഇവരൊരാളെ നമ്മൾ സാറെന്ന് വിളിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കുക. ശമ്പളക്കാരെ ആരെയും വിളിക്കുക? ശമ്പളക്കാരാണോ സാറെന്ന് വിളിക്കുക? ശമ്പളം വാങ്ങിക്കുന്നവരോ സാറെന്ന് വിളിക്കുക? സാറിന് ആരെയും വിളിക്കണമെന്ന് ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. നമ്മുടെ നികുതിപ്പണം ശമ്പളമായിട്ട് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ നടക്കുന്നേ, ഈ ഉദ്യോഗസ്ഥന്മാർ. അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതിരിക്കുകയും അവർക്ക് ശമ്പളം എന്തായാലും കിട്ടും, അതിന്റെ പുറത്ത് കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. ശമ്പളത്തിന് എല്ലാവരും പ്രവർത്തിക്കും. ശമ്പളം ഒന്നും പണിയെടുത്തില്ലെങ്കിലും കിട്ടും. ശമ്പളത്തിന് പുറത്ത് കിട്ടുന്ന കാര്യങ്ങൾക്കുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ദീർഘമായി സംസാരിക്കും. ഈ വിഷയം നന്നായി അറിയുന്ന ഫ്രാൻസിസ് ഇവിടെയുണ്ട്, ഫ്രാൻസിസ് അടക്കമുള്ള ആളുകളുണ്ട്, സതീശനുണ്ട്, അവരെല്ലാം സംസാരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഒറ്റ കാര്യമാണ്. ഏതായാലും ഇത്രയും സഹോദരിമാർ പ്രത്യേകിച്ച് ഈ സമരത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങളൊരു ഇഞ്ച് വിട്ടുകൊടുക്കരുത്. ഞാൻ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കരുത്. ഇത് ഒരു വലിയ ആണെന്ന് വിചാരിക്കണ്ട. ഇന്ന് ഒരു പ്രത്യേക ദിവസവും കൂടിയാണ്. പ്ലാച്ചിമട സമര നേതാവ് മൈലമ്മയുടെ ചരമ വാർഷിക ദിനമാണ്, ഓർമ്മ ദിവസമാണ്. ഞാൻ മൈലമ്മയുടെ പേര് പറയാൻ കാരണം, കൊക്കോള കമ്പനിക്കെതിരെ സമരം ചെയ്യാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ എഴുത്തും വായന അറിയാത്ത മൈലമ്മ എന്ന സ്ത്രീയും കുറച്ച് ആദിവാസി സ്ത്രീകളും ഒന്ന് രണ്ട് സാമൂഹ്യ പ്രവർത്തകരെ അവിടെ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ എഴുത്തും വായന അറിയാന്ന് എനിക്കറിയാം, മൈലമ്മയ്ക്ക് അതും അറിയില്ല. പക്ഷേ അന്ന് അവരോട് പറഞ്ഞു, നിങ്ങളുണ്ടോ കൊക്കോ കോളയ്ക്കെതിരെ സമരം ചെയ്ത് ജയിക്കാൻ പോകണോ? അതൊരു വലിയ കമ്പനിയല്ലേ, അമേരിക്കൻ കമ്പനി, അമേരിക്കൻ പട്ടാളം വരെ വരുന്നൊക്കെ പറഞ്ഞു. ഒന്നുമില്ല. കൊക്കോ കോള കമ്പനി പ്ലാച്ചിമടയിൽ പൂട്ടി 20 വർഷമായി പോയി, ഇതുവരെ തുറക്കാൻ പറ്റിയിട്ടില്ല. കാര്യം അവിടുത്തെ സഹോദരിമാർ, പ്രത്യേകിച്ച് സഹോദരിമാർ ആ സമരത്തിന്റെ മുമ്പിൽ നിന്നു. കാരണം ഇതില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിതമില്ല, ഇതില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിതമില്ല, ഞങ്ങളുടെ വീട് വീണ് പോകും, ഞങ്ങൾക്ക് പച്ചക്കറിയുടെ വരുമാനം. ഒരു ദിവസം 2000 രൂപയുടെ പച്ചക്കറി നിങ്ങൾ ഉത്പാദിപ്പിച്ചിരുന്ന ആളുകളാണ്. കേരളത്തിൽ ഓണത്തിനും വിഷുവിനും റംസാനും ക്രിസ്മസിനും ഒക്കെ പച്ചക്കറിയും കോഴിയൊക്കെ പുറത്തു വരട്ടെ. ഇവിടെ ആരെങ്കിലും ലേശം പച്ചക്കറി ഉണ്ടാക്കാൻ, ആ കാലത്തൊക്കെ ഇവിടെ നേതാക്കന്മാരും മറ്റേ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും വന്നിട്ട് ഒരു മുറം പച്ചക്കറി ഉണ്ടാക്കൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ദിവസേന പച്ചക്കറി ഉണ്ടാക്കിയിരുന്നത് നിങ്ങളുടെ പച്ചക്കറി കൃഷിയാണ് ഇല്ലാണ്ടാക്കിയത്. നിങ്ങളുടെ വരുമാനം മാത്രമല്ല, ജൈവ പച്ചക്കറിയാണ്. ഞാനൊരു പരിസ്ഥിതി പ്രവർത്തകനാണ്. ഒരു രാസവളം ചെയ്യാതെ നല്ല പച്ചക്കറി ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളാണ് നിങ്ങൾ. അത് 10 പേര് കഴിച്ചാൽ അവരുടെ വിഷം, അത്രയും ദിവസത്തെ വിഷം ഒഴിവായി കിട്ടും. ഇനി നമ്മൾ വാങ്ങിക്കുന്നതിൽ മുഴുവൻ വിഷം. ഞാൻ പറഞ്ഞ അങ്ങനെ നല്ല കാര്യങ്ങൾ പോലും മുടക്കുന്ന തരത്തിൽ ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ ഒരു ദയവും കാണിക്കേണ്ടതില്ല, ഒരു വിട്ടുവീഴ്ചയും കാണിക്കേണ്ടതില്ല.
നിങ്ങൾ പറഞ്ഞെടുത്ത് ഇവര് വരും അല്ലെങ്കിൽ വരുത്തണം. നമ്മൾ വേറൊന്നുകൊണ്ടുമല്ല, നമ്മൾ ചെറിയ ആളുകളൊന്നുമല്ല. നമ്മളങ്ങനെ വിചാരിക്കണ്ട, ഓ നമ്മളെ കൊണ്ട് എന്താവുക, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാൻ അതാണ് പറഞ്ഞത്, നമ്മളാണ് നികുതി പണം കൊടുക്കുന്നതെങ്കിൽ, നമ്മളാണ് ഈ രാജ്യത്ത് ഈ മണ്ണിന് അവകാശികളെങ്കിൽ, നമ്മൾ ജീവിക്കുന്ന മണ്ണ് ശുദ്ധമായിരിക്കാൻ, കുടിക്കുന്ന വെള്ളം ശുദ്ധമായിരിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ജസ്റ്റിസ് കൃഷ്ണയുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. ജീവിക്കാനുള്ള അവകാശം എന്നാൽ ഭരണഘടന പറയുന്നത് മാന്യതയോടെ, മനുഷ്യത്വത്തോടെ, വൃത്തിയോടെ, ശുദ്ധിയോടെ, അറിയാനുള്ള അവകാശത്തോടെ ജീവിക്കാനുള്ള അവകാശമാണ്. അത് കിട്ടുന്നത് വരെ പോരാടുക. അത് കിട്ടുന്നത് വരെ ഇവരോട് നമ്മൾ വിട്ടുകൊടുക്കരുത്. അങ്ങനെ പോരാടുമ്പോൾ നിങ്ങളോടൊപ്പം കേരളത്തിലെ ഒരുപാട് ജനകീയ പ്രതിരോധ സമിതി അടങ്ങുന്ന ആളുകൾ പങ്കെടുക്കുന്ന പ്രസ്ഥാനമാണ്, ഇവിടെ നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ആർത്തണ്ടിൽ ഈ ജനകീയ പ്രതിരോധ സമിതി മാത്രമല്ല, കേരളത്തിലെ ഒരുതുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ആ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ പിന്തുണയോടുകൂടി നമുക്ക് ഈ മുന്നേറ്റം നടത്താം. മുന്നേറ്റത്തിൽ വിജയിക്കും. നിങ്ങളുടെ വെള്ളവും മണ്ണും ശുദ്ധമാകുന്നത് വരെ പോരാട്ടം തുടരും എന്ന പ്രതിജ്ഞ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അഭിവാദ്യം.